ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. മതി. ഇവിടെ സക്കറിയ പുരോഹിതനോട് ദൈവം സംസാരിക്കുന്ന, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. എന്തായിരിക്കാം സക്കറിയാവിനും എലിസബത്തിൻ്റെയും പ്രാർത്ഥനയുടെ മറുപടി ലേറ്റായത്? എന്തായിരിക്കാം? 2 മർമ്മങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഒന്നാമത്തെ മർമ്മം, സക്കറിയ പുരോഹിതൻ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചേക്കുന്ന ആളാണ്. സക്കറിയ പ്രവാചകന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പുതിയ നിയമമില്ല. ശ്രദ്ധിക്കണം, പഴയ നിയമത്തിലെ 39 പുസ്തകമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും ഒടുവിൽ പ്രവചിച്ച പ്രവാചകൻ മലാക്കി പ്രവചിച്ചു, ചൂള പോലെ കത്തുന്ന, ആ ഭാഗം ഒന്ന് എടുത്തേക്കാണ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല അഹങ്കാരികളും. 4-ാം അധ്യായത്തില സ്തോത്രം, മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. മതി. ഈ മലാഖി പ്രവചിക്കുക ഒരു ന്യായവിധി വരാൻ പോവുക എന്നാ പ്രവചിച്ച് നിർത്തുന്നേ. ഒടുവിൽ മലാഖി പ്രവചിച്ചു, അതിനു മുമ്പ് ഞാൻ ഒരു ഏലിയാവിനെ അയക്കും. ഇല്ലേ? ആ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് വരുമ്പോ സ്തോത്രം, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. വചനം അരച്ച് കലക്കി കുടിച്ച സക്കറിയാവും എലിസബത്തും സ്തോത്രം ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരാന്ന ബൈബിളി വാക്യം. അവരങ്ങനാന്നേ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന എൻ്റെ ചിന്ത, കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ അത് മലാഖി പറഞ്ഞ ഒരു ഏലിയാവായിരിക്കണം. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, നിന്റെ വീടിനകത്ത് ജീസസ് അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോവുക. ചില മറുപടി ലേറ്റായത് നിന്നെ തകർക്കുവാനല്ല. യെസ്, ആമേൻ, ആമേൻ. അവൻ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ തന്ന ആരെ തരണം? ഒരു ഏലിയാവിനെ തരണം. ഒരാമയും വരുന്നില്ല. അങ്ങനെയാന്ന് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, നീ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥന അല്പം ലേറ്റായാലും, ഇത് ലേറ്റാകും തോറും സക്കറിയാവിൻ്റെ എലിസബത്തിന്റെ ആയുസ് ദുർക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ദൈവം പറഞ്ഞ് ഏലിയാവിനെ തരാം, പക്ഷെ യേശു ജനിക്കുന്നതിന് അല്പമാസങ്ങൾക്ക് മുമ്പേ നിന്റെ വാഗ്ദത്തം ജനിക്കത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, ജീസസ്, നീ മരിച്ചു മൺമറയും മുമ്പ് നിന്റെ വീടിനകത്ത് ആ വാഗ്ദത്തം അതുപോലെ നിറവേറും.